നാഗ ഷെഡി ഏത് കളറാണെന്ന്. എടാ മയിലെ, ഞാനിവിടെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞി വെക്കാനുള്ള കലമാണ്, അല്ലാതെ ഷെഡിക്കകത്തിലല്ല കഞ്ഞി വെക്കുന്നത് കേട്ടോ. നിന്റെ ചെവി കൂടെ നീ എന്തുവാ കേൾക്കുന്നത്? കഞ്ഞി വയ്ക്കാനുള്ള കലത്തിനുള്ള പൈസ തരാനാണ് പറയുന്നത്, അല്ലാതെ ഷെഡി ഏത് കളറാണെന്ന് ഞാൻ പറയുന്നത് എന്തോ നീ കേൾക്കുന്നത് എന്തുവാ? അത് മാത്രമല്ല, ഷഡ്ഡി ഒരിക്കൽ പോലും ഇടാത്ത എന്നോട് വേണം ഷെഡിക്കയുടെ കളർ വന്ന് ചോദിക്കണ്ട. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുക. ഷെഡി പോലും ഞാൻ കണ്ടിട്ടില്ല. ഇനി മേലെ വന്ന് ഷെഡി വന്ന് എന്നോട് ചോദിച്ചത് ഷെഡിയുടെ കളർ ഏതാന്ന് പോലും, നിറം ഏതാന്ന് പോലും. ഓടുമായിരുന്നു. എനിക്ക് ഷെഡി ഇട്ടുകൊണ്ട് നടക്കുന്നതല്ല ജോലി, എനിക്ക് ഞങ്ങഞ്ഞം കഴിക്കണം. അതിന് കഞ്ഞിക്കലത്തിൻ്റെ പൈസയാണ് ഞാൻ ചോദിക്കുന്നത്. അത് നിനക്ക് തരാൻ പറ്റുമെന്ന് കിട്ടാം. ഷെഡി മാത്രം ഇട്ടാൽ മതിയോ? ദേഹത്തിന് ജീവൻ ഉണ്ടാകണം. ജീവനുള്ള ദേഹം ഉണ്ടായാൽ മാത്രമേ ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആദ്യം കഞ്ഞി കുടിച്ച് ഞാൻ ഈ ദേഹം ഒന്ന് നേരെയാക്കാൻ ശ്രമിക്കട്ടെ, പിന്നെ ഷെഡിയിലോട്ട് കയറാം. നിന്റെ വീട്ടിലുള്ള പെണ്ണുപിള്ളയുടെ ഷെഡിയുടെ നിറം ചെന്ന് നോക്കൂ, സൂപ്പർ നാഗാണ്. നിന്റെ വീട്ടിൽ പെണ്ണുപിള്ളയുണ്ടോ? അവളുടെ ഷെഡിയുടെ നിറം ചെന്ന് നോക്ക്. അല്ലെങ്കിൽ നിന്നെപ്പോലുള്ള നാട്ടിലുള്ള ആണുങ്ങൾ മൊത്തം ഇപ്പം അവളുടെ ഷെഡിയുടെ നിറം നോക്കി 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 അതിപ്പോൾ നാട് മൊത്തം പരന്നിട്ടുണ്ടാവും. മറുപടി നന്നായി നാഗച്ചേച്ചി. നാഗച്ചേച്ചിയല്ല, നാഗാദേവി. പിന്നെ കള്ളമാണോ? ഷെഡി ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. പണ്ടെങ്ങാണ്ട് കണ്ടത് എൻ്റെ കുട്ടിക്കാലത്ത്. എൻ്റെ ദേഹത്ത് ഞാൻ അന്നേരം ഒന്ന് ഷെഡി ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ആ മയില് ഞാൻ ഇടത്തേയില്ല. ഫുള്ള് ഞാൻ ഇടുന്നത് ലെഗിൻസാണ്. അതാകുമ്പോൾ ഷെഡി ഇടണ്ട, മൊത്തത്തിലങ്ങ് സുരക്ഷിതമായിട്ട് അങ്ങ് കിടന്നോളൂ. ലെഗിൻസാണ് ഞാൻ ഉപയോഗിക്കുന്നത്, നല്ല ലൂസായിട്ടുള്ള ലെഗിൻസ്. എടാ എണ്ടി, എനിക്കിപ്പോൾ വേണ്ടുന്നത് കഞ്ഞിക്കലമാണ്. അതിനുള്ള കാഴ്ച രണ്ടിത്താ. അതുപോലെ എൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ ഷെഡിയുടെ നിറം നോക്കിച്ചെന്ന് നോക്കും. നിൻ്റെ തറ ഏത് ഷെഡിയായിട്ടേക്കുന്ന, നിൻ്റെ മോളുണ്ടെങ്കിൽ മോള്, സഹോദരി ഉണ്ടെങ്കിൽ സഹോദരി, നിൻ്റെ പിന്നെ ഭാര്യ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഷെഡിയുടെ നിറം